ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. മോശയും അഹ്റോനും ഫറവോയുടെ അടുത്തു ചെന്ന് പറഞ്ഞു, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു, എത്ര നാൾ നീ എനിക്ക് കീഴ്വഴങ്ങാതെ നിൽക്കും? എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ ഞാൻ നാളെ നിന്റെ രാജ്യത്തേക്ക് വെട്ടുകിളികളെ അയക്കും. അവ ദേശത്തെ കാഴ്ചയിൽ നിന്ന് മറയ്ക്കും. കൽമഴയിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാം തിന്നുകളയും. അവ നിങ്ങളുടെ വയലിൽ വളരുന്ന എല്ലാ മരങ്ങളെയും നശിപ്പിക്കും. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ. എന്നാൽ ആരെല്ലാം ആണ് പോകുന്നത്? മോശ പറഞ്ഞു, ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധരും പുത്രിപുത്രന്മാരും ഒരുമിച്ചാണ് പോകേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. നിങ്ങളിൽ പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ആരാധിക്കാൻ പോകുമ്പം അത് എല്ലാവരും പോകണ്ട, ആരെങ്കിലും പോയി നിങ്ങളുടെ ദൈവത്തെ ആരാധിച്ചാൽ മതി, അത് നിങ്ങളുടെ പുരുഷന്മാർ പൊക്കോ, ബാക്കിയുള്ളവരിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ തടയാൻ ശ്രമിക്കുന്ന ഫറവോയെ നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഫറവോ ഇപ്പോഴും പൂർണ്ണമായിട്ട് അവരെ വിടാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന് ആരാധനയെക്കുറിച്ചാണ്. ഇവിടെയും ദൈവം പറയുന്നു, എൻ്റെ ജനം എന്നെ ആരാധിക്കാൻ അവരെ വിട്ടയക്കണം. ഇത് എത്രയോ പ്രാവശ്യം പറഞ്ഞു. ഇവിടെ കൃത്യമായിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നത്, ഞങ്ങളുടെ വൃദ്ധന്മാരും യുവജനങ്ങളും കുഞ്ഞുങ്ങളും അബാലവൃദ്ധം ഞങ്ങൾക്ക് പോയി ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ആരാധനയ്ക്ക് പോകുമ്പം ഇവിടെ നമ്മളുടെ ഒരു ചിന്തയിലേക്ക് ദൈവം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തരുന്നത്, നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മളുടെ കുടുംബം മുഴുവനുണ്ടോ? നമ്മുടെ ആരാധനകളിൽ സമഗ്രമായിട്ട് എല്ലാവരും ആരാധിക്കാൻ പോകാറുണ്ടോ? ആരാധന പരമപ്രധാനമാണെന്ന് മാത്രമല്ല, എല്ലാവരും അതിൽ ഭാഗവാക്കായി മതിയാകൂ എന്നൊരു മെസ്സേജ് നമുക്ക് ദൈവം തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധന എന്ന് പറയുമ്പം ദൈവത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതിനോട് ബന്ധ ആരാധനയുടെ ഭാഗം തന്നെയാണ്. നമ്മുടെ സന്ധ്യപ്രാർത്ഥന ഒരു തരത്തിൽ ആരാധന തന്നെയാണ്. പക്ഷേ നമ്മുടെ സന്ധ്യപ്രാർത്ഥനയൊക്കെ പലപ്പോഴും ഒരു ചടങ്ങ് മാത്രമായിട്ട് അവശേഷിച്ചു പോകുന്നത് അപകടത്തിന്റെ സാധ്യതകളും സൂചനകളുമാണ്. ദേവാലയത്തിൽ നമുക്കറിയാം, ഹൃദയപൂർവ്വം ആരാധനയിൽ പങ്കുചേരുന്നവർ എത്ര പേരാ. നമ്മുടെ പള്ളി നിറയെ ആളുണ്ടെന്നുള്ളത് കൊണ്ട് എല്ലാവരും ആരാധനാ സമൂഹമാണെന്ന് പറയാൻ നമുക്കാവില്ല. ചടങ്ങ് നിർവഹിക്കാൻ അവിടെ വന്നു നിന്ന് തിരിച്ചു പോകുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാപ്പപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായ സമർപ്പണത്തോടെ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ. ആ ബോധ്യത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിൽ ആരാധനയിലേക്ക് കടന്നു പോകാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിറയട്ടെ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഈ ആരാധനയുടെ നിമിഷം വളരെ വലുതാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് കർത്താവിനോട് ലയിച്ചു ചേരുന്ന നിമിഷമായിട്ട് അതിനെ തീർക്കാൻ നമ്മുടെ മനസ്സാൽ നമ്മൾക്കൊരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ